നമസ്തേ. 5ാം ക്ലാസ്സിലെ 5ാമത്തെ പാഠമായിട്ടുള്ള കൃതപ്രതിജ്ഞാഹ എന്നുള്ള പാഠഭാഗമാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. കേരളവർമ്മയായിട്ടുള്ള പഴശ്ശിരാജാവിൻ്റെ ജീവിതത്തിലെ ചെറിയൊരു ഭാഗമാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത്. നമുക്ക് പാഠഭാഗത്തിലേക്ക് കടക്കാം. കൃതപ്രതിജ്ഞാഹ. പഴശ്ശിരാജ ഭാര്യാസമേതഃ ഉടജാത് ബഹിഃ ആഗച്ഛതി. പഴശ്ശിരാജാവ് ഭാര്യയോടുകൂടി ഉടജാത് കുടിലിൽ നിന്ന് പുറത്തേക്ക് വരുന്നു. ചന്തുഹു നീലീച്ച. ചന്തുവും നീലിയും കൂടി ഒരുമിച്ചാണ് പറയുന്നത്. നമോ നമഃ മഹാരാജായ രാജ്ഞയിച്ച. മഹാരാജാവിനും രാജ്ഞിക്കും നമസ്കാരം. സ്വസ്ത്യസ്തു. സുഖമായിട്ടിരിക്കട്ടെ. സന്ദേശം പ്രാപ്യ സദ്യ ഏവ പ്രസ്ഥിതവാൻ കിം. സന്ദേശം ലഭിച്ച ഉടനെ തന്നെ വേഗത്തിൽ തന്നെ ഇറങ്ങിയോ ഇങ്ങോട്ട് എന്നാണ് പഴശ്ശിരാജാവ് ചോദിച്ചത്. ചന്തുഹു. ആം രാജൻ. അതേ രാജാവ്. ജാനാമി കാര്യം അതിപ്രധാനമതി. അതിപ്രധാനമായിട്ടുള്ളൊരു കാര്യമാണ് എന്ന് എനിക്ക് മനസ്സിലായി. പഴശ്ശി. തോഷേണ. സന്തോഷം കൊണ്ട്. സമീചീനം. ഉത്തമം. കിന്തു നീലിമപി ആനീതവാൻ ഖലു. നീലിയെയും കൂടി നീ കൊണ്ടുവന്നില്ലേ? ആഗമനം രണാങ്കനം പ്രതി ഇതി സാ ന ജാനാതി കിം. വരുന്നത് യുദ്ധത്തിലേക്കാണ് എന്ന്, യുദ്ധസ്ഥലത്തിലേക്കാണെന്നുള്ളത് അവൾക്കറിയില്ലേ? ചന്തു. ജാനാതി. അറിയാം. ഏഷാ നീലി ധനുർവിദ്യായം അതീവ സമർത്ഥ അസ്തി. ഈ നീലി ധനുർവിദ്യയിൽ അമ്പും വില്ലും മുതലായ അഭ്യാസങ്ങളിൽ ഒരുപാട് കഴിവുള്ളവളാണ്. യുദ്ധേവ സൈനികാനാം പരിശീലനേവ നിയോക്തവ്യ. യുദ്ധത്തിലോ അഥവാ സൈനികർക്ക് പരിശീലനം നൽകുന്ന കാര്യത്തിലോ നമുക്ക് അവളെ നിയമിക്കാം. രാജ്ഞി. ആശ്ചര്യേണ സന്തോഷേണേച്ച. ആശ്ചര്യത്താലും സന്തോഷത്താലും. നീലി സത്യം വാ. നീലി സത്യമാണോ പറഞ്ഞത് എന്ന് രാജ്ഞി ചോദിച്ചു നീലിയോട്. നീലി പറഞ്ഞു. ആം ആര്യേ. അതേ. ബാല്യേവ പിത്രാ മൃഗയാർത്ഥം പരിശീലിതാഹം. ബാല്യകാലത്ത് തന്നെ അച്ഛൻ്റെ കൂടെ ഞാൻ മൃഗയെ എങ്ങനെ നടത്തുന്നൊക്കെ പരിശീലനം ലഭിച്ചിട്ടുണ്ട്. വന്യാൻ ജന്തൂനഹം അഹനം. വന്യജീവികളെ ഞാൻ കൊന്നു. അഹനം എന്ന് പറഞ്ഞാൽ കൊന്നു എന്നാണ്. അത്ര ഹന്തവ്യാഹ ക്രൂരതരാഹ ആംഗലേയാഹ ഖലു. ഇവിടെ കൊല്ലേണ്ടത് ക്രൂരന്മാരായിട്ടുള്ള ഇംഗ്ലീഷുകാരെ അല്ലേ എന്ന് നീലി ചോദിച്ചു. പഴശ്ശി. സത്യമേവ ആംഗലേഹി വഞ്ചിതാഹ വയം. സത്യം തന്നെയാണ്. ഇംഗ്ലീഷുകാരാൽ നമ്മൾ വഞ്ചിക്കപ്പെട്ടവരാണ്. അസ്മാകം പ്രജാഹ കഷ്ടം അനുഭവന്തി. നമ്മുടെ പ്രജകളൊക്കെ കഷ്ടം അനുഭവിക്കുന്നു. അധികം ക്ഷേത്രകരം ദാതും അശക്താനാം ഭൂമിയും ആംഗലേയ ശാസകാഹ ബലാത് അധീനം കുർവന്തി. വളരെ അധികമായിട്ടുള്ള ടാക്സ്, ഭൂമിക്കുള്ള കരം കൊടുക്കാൻ സാധിക്കാത്ത ഗ്രാമീണർ ഇംഗ്ലീഷുകാരുടെ കീഴിലേക്ക് അവർ ബലാത്കാരമായിട്ട് ആക്കുന്നു. ഗ്രാമീണരെ ഇംഗ്ലീഷുകാർ നിർദ്ദയമായിട്ട് കൊല്ലുന്നു. അക്ഷന്തവ്യമേതത് സർവം. ഇതെല്ലാം നമുക്ക് നിൽക്കാൻ സാധിക്കുന്നതല്ല. ഇതെല്ലാം എന്നേക്കുമായി നിർത്തേണ്ടതാണ്. പർവ്വതൈഹി പരിവൃതഃ പ്രദേശഃ ഭവതി വയനാട്. വയനാട് എന്നുള്ളത് പർവ്വതങ്ങളാൽ ചുറ്റപ്പെട്ട ഒരു ഭൂമിയാണ്. തത്ര വനേഷു നിലീയ ആംഗലേയ ശാസകാൻ പ്രതി മാതൃഭൂമേഹ മോചനായ യുദ്ധം നയതി കേരളവർമ്മ പഴശ്ശിരാജ. അവിടെ വനത്തിൽ നിന്നുകൊണ്ട് ഇംഗ്ലീഷുകാരിൽ നിന്ന് മാതൃഭൂമിയെ മോചിപ്പിക്കുന്നതിനായിട്ട് യുദ്ധം ചെയ്ത മഹാരാജാവാണ് കേരളവർമ്മ പഴശ്ശിരാജ. സദ്യൈവ രാജസമീപം പ്രാപ്തവ്യം ഇതി രാജസന്ദേശം പ്രാപ്തവാൻ കുരിച്യ ഗോത്രനേത തലക്കൽ ചന്തുഹു. ഇപ്പോൾ തന്നെ എത്രയും വേഗം തന്നെ രാജാവിൻ്റെ അടുത്ത് എത്തിച്ചേരണം എന്നുള്ള സന്ദേശം ലഭിച്ച ഉടനെ തന്നെ കുറിച്യ ഗോത്രനേത, കുറിച്ചി വംശത്തിൻ്റെ അവരുടെ ഗോത്രനേതാവായിട്ടുള്ള തലക്കൽ ചന്തു ആണ് ഈ ഒരു സന്ദർഭത്തിൽ വന്ന് ചേർന്നിരിക്കുന്നത്. തസ്യ വിവാഹ തഥാ ഏവ സമ്പന്നഹാസ്യ. അദ്ദേഹത്തിൻ്റെ വിവാഹം തൊട്ടടുത്ത ദിവസങ്ങൾ തന്നെയാണ് നടന്നത്. തഥാപി സഹ സന്ദേശം അനുസൃത്യ യാത്രാം ആരഭത. എന്നാലും സന്ദേശം ലഭിച്ച പാടെ അദ്ദേഹം യാത്ര ആരംഭിക്കുകയായിരുന്നു. വധു നീലി അപി തേന സഹ അഗച്ഛ. വധുവായിട്ടുള്ള ഭാര്യയായിട്ടുള്ള നീലിയും അദ്ദേഹത്തിൻ്റെ കൂടെ വന്നു. അടുത്തത് ചന്തു. അസ്മാകം ഭൂമിരീയം. നമ്മുടെ ഭൂമിയാണ്. വയമേവ അധികാരിണഃ ന തേ വിദേശീയഃ. നമ്മൾ തന്നെയാണ് അധികാരികൾ, അല്ലാതെ വിദേശികളല്ല. രാജ്ഞി. വിദേശീയേഭ്യഃ കരം കിമർത്ഥം ദേയം നൈവ യച്ഛാമഃ. വിദേശികൾക്ക് എന്തിനാണ് കരം കൊടുക്കേണ്ടത്? ഒരിക്കലും കൊടുക്കില്ല. നീലി. അസ്മാകം ഭൂമൗ വിദേശീയാനാം ദാസ്യത്വേന ജീവനം അതീവ കഷ്ടമിവ. നമ്മുടെ ഭൂമിയിൽ വിദേശികളുടെ കീഴിൽ ദാസികളായിട്ട് ജീവിക്കുക എന്ന് പറയുന്നത് വളരെ കഷ്ടമായിട്ടുള്ള കാര്യമാണ്. പഴശ്ശി. ജനനീ ജന്മഭൂമിശ്ച സ്വർഗാദപി ഗരീയസി. ജനനിയും ജന്മഭൂമിയും സ്വർഗത്തേക്കാൾ മഹത്വരമാണ്. ഇതി ഖലു ആർഷവചഃ. ഇതല്ലേ നമ്മുടെ ആർഷവചനം. ജന്മഭൂമേഹേ മോചനാർത്ഥം. ജന്മഭൂമിയെ മോചിപ്പിക്കുന്നതിനായിട്ട് കൃതപ്രതിജ്ഞാഹ ഭവാമഹ. നമുക്ക് പ്രതിജ്ഞ സ്വീകരിക്കാം. ചന്തു. രാജൻ. കിം കരണീയമിത്യുച്യതാം. എന്താ ചെയ്യേണ്ടതെന്നുള്ളത് അങ്ങ് തന്നെ പറഞ്ഞാലും. ഇവിടെ കരണീയം പ്ലസ് ഇതി പ്ലസ് ഉച്യതാം എന്നുള്ള
3 പദങ്ങൾ ഒരുമിച്ച് പറയുമ്പോഴാണ് കരണീയം ഇത്യുച്യതാം എന്ന് പറയാം. തഥാ കരിഷ്യാമഹ, അങ്ങനെ നമുക്ക് ചെയ്യാം. തദാനീം എടച്ചൻ കുങ്കഹ പ്രവിശതി, അപ്പോൾ അവിടേക്ക് എടച്ചന കുങ്കൻ അവിടേക്ക് പ്രവേശിക്കുന്നു. കുങ്കഹ പ്രണാമഹ രാജൻ, പ്രണാമം. സർവാൻ അഭിവാദേ, എല്ലാവരെയും പ്രണമിക്കുന്നു. പഴശ്ശി സ്വസ്ത്യസ്തു, സുഖമായിട്ടിരിക്കട്ടെ. കുങ്കഹ പനമരസ്ഥേ ദുർഗേ അനേകേ ഗ്രാമീണാः ആംഗലേയൈः ബദ്ധാः പീഡ്യമാനാः ച സന്തി. പനമരത്തിലുള്ള കോട്ടയിൽ ഒരുപാട് ഗ്രാമീണരെ ആംഗലേയൈः ഇംഗ്ലീഷുകാരാൽ ബന്ധനസ്ഥനാക്കിയിട്ടുണ്ട്, അതുപോലെ അവരെ ആക്രമിക്കുന്നുണ്ട്. പഴശ്ശി കഥഞ്ചിതപി മോചനം കരണീയം, എങ്ങനെയെങ്കിലും അവരെ നമുക്ക് മോചിപ്പിക്കണം. തത്ര ബഹവഃ ആംഗലേയ സൈനികാः സന്തി, ഒരുപാട് ഇംഗ്ലീഷ് സൈനികരുണ്ട്. വിപുലഃ ആയുധ സഞ്ചയഃ അപി അസ്തി ഇതി ഗുപ്തചരാः ഉക്തവൻ, അവർക്ക് സൈനികർ മാത്രമല്ല ഒരുപാട് ആയുധശേഖരങ്ങളും ഉണ്ട് എന്ന് ദൂതന്മാർ അറിയിച്ചു. ചന്തു സൈനികാൻ ഹത്വ എവ ഗ്രാമീണാനാൻ മോചനം സാധ്യം, സൈനികരെ കൊന്നാൽ മാത്രമേ നമുക്ക് ഗ്രാമീണരെ മോചിക്കാൻ സാധിക്കുള്ളൂ. കുങ്കഹ സത്യമേവോക്തം, സത്യം തന്നെയാണ് നീ പറഞ്ഞത്. ആയുധാനി നൂതനാൻ, അവരുടെ ആയുധങ്ങളൊക്കെ പുതിയതാണ്. താന്യപി ഹരിഷ്യാമഹ, അവയെ നമുക്ക് അപഹരിക്കാമെന്ന് കുങ്കൻ പറഞ്ഞു. ചന്തുഹു നീലീച്ച, രണ്ടുപേരും ഒരുമിച്ച് പറയാണ്. പനമര ദുർഗം ആക്രമിത്തും സജ്ജാഹ ഭവാമഹ, പനമര കോട്ട ആക്രമിക്കാനായിട്ട് നമുക്ക് തയ്യാറെടുക്കാം എന്ന് ചന്തുവും നീലിയും ഒരുമിച്ചാണ് പറയുന്നത്. പഴശ്ശി സമീചീനം അത്യുത്തമം. സായം മന്ത്രിഭിः ചർച്ചാം കൃത്വ നിർണയം കുർമഃ, വൈകുന്നേരം മന്ത്രിയായിട്ട് ചർച്ച ചെയ്ത് നമുക്ക് തീരുമാനമെടുക്കാം. രാജ്ഞി ഏതാവതസ്തു, അതൊക്കെ ശരിയെന്ന് പറഞ്ഞിട്ട് രാജ്ഞി പറയാണ്. യാത്രാശാന്താഹ ഖല്വേദേ, ഇവർ രണ്ടുപേരും യാത്ര ചെയ്തിട്ട് വന്ന ക്ഷീണിതരല്ലേ. സ്നാനം കൃത്വ ഗിരിദേവതാം കുലദേവതാം ഭഗവതിയും ച പ്രണമ്യ ആഗച്ഛന്തു, കുളി കഴിഞ്ഞിട്ട് ഗിരിദേവത, മലയിലെ ദേവതയും കുലദേവതയും ഭഗവതിയും ഒക്കെ നമിച്ചുകൊണ്ട് വരൂ. ഭോജനം സിദ്ധമസ്തി, ഭോജനമെല്ലാം ശരിയാണ്. മിലിത്വാഘാതാമ, നമുക്ക് ഒരുമിച്ച് കഴിക്കാം. സർവേ നിഷ്ക്രാന്താഹ, എല്ലാവരും പോകുന്നു. ഇതോടുകൂടി ഈ ഒരു പാഠഭാഗം അവസാനിച്ചിരിക്കുകയാണ്. അടുത്തൊരു വീഡിയോയിലൂടെ നമ്മൾ ഈ പാഠത്തിലെ അഭ്യാസങ്ങൾ നമുക്ക് മനസ്സിലാക്കാം, പഠിക്കാം. ധന്യവാദാഹ.